ദർശനങ്ങൾ കാണുവാനുള്ള ദൈവത്തിന്റെ ഗിഫ്റ്റിനെയാണോ പിശാച് മരിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സ്വാതന്ത്ര്യം ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. സ്വാതന്ത്ര്യം ഒരു മനുഷ്യന് പ്രാപിക്കണമെങ്കിൽ സ്വാതന്ത്ര്യത്തിനായിട്ട് പോരാടുവാൻ മനസ്സുണ്ടാകണം. നമുക്കൊരു ശത്രുത്വം ഉണ്ടാകണം പിശാചിനോട്. നമ്മൾ ഈ വാവിട്ട് വിളിക്കുന്ന കാര്യങ്ങളെല്ലാം സൊല്യൂഷൻ നമ്മുടെ കൈ തന്നിരിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൽ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെയും വാളും കൈക്കൊള്ളുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്. നമുക്ക് ഈ ഒരു യുദ്ധമുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്, ഒരു പോരാട്ടമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇതാണ്, ഒരു പോരാട്ടം. ദൈവമക്കളാകുന്ന നമുക്കെല്ലാവർക്കും എന്തുണ്ട്? പോരാട്ടമുണ്ട്. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് സൊല്യൂഷൻ ഇങ്ങനെയാണ് പറയുന്നത്, രക്ഷ എന്ന ശിരസ്ത്രം ധരിച്ചോണം. ഹല്ലേലൂയ. രക്ഷ ലഭിക്കുന്ന വിശ്വാസത്തിലൂടെയാണ്. വിശ്വാസത്താൽ, അല്ലെങ്കിൽ എനിക്കൊരു രക്ഷിതാവുണ്ട്, എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്, യേശു ക്രിസ്തുവിലൂടെ ഞാൻ രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് വിശ്വാസത്താൽ ദൈവത്തോട് നാം പറ്റിച്ചേരുമ്പോൾ, ദൈവത്തോട് കൂടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ കൃത്യമായി ചർച്ചയിൽ പോകാൻ തുടങ്ങുമ്പോൾ, കൃത്യമായി പ്രാർത്ഥനാ ജീവിതത്തിൽ ബലപ്പെടുമ്പോൾ, കൃത്യമായി വചന ധ്യാനത്തിൽ നമ്മൾ വേരൂന്നുമ്പോൾ, ഇപ്രകാരം നമ്മൾ വിശ്വാസത്താൽ ദൈവത്തോട് അടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് രക്ഷ എന്ന് പറയുന്ന ശിരസ്ത്രം. രണ്ടാമതായി ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വാതന്ത്ര്യം ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. സ്വാതന്ത്ര്യം ഒരു മനുഷ്യനെ പ്രാപിക്കണമെങ്കിൽ സ്വാതന്ത്ര്യത്തിനായിട്ട് പോരാടുവാൻ മനസ്സുണ്ടാകണം. ആമേൻ, ഹല്ലേലൂയ. ഒരു ക്യൂട്ട് ക്രിസ്ത്യനായിട്ട്, അതായത് നല്ല ക്യൂട്ടായിട്ട് നല്ല ഭവ്യതയുടെ പാവം ക്രിസ്ത്യനായിട്ട് നമുക്ക് ആത്മീക ജീവിതത്തിൽ ജീവിക്കാൻ കഴിയില്ല. ആത്മമണ്ഡലത്തിൽ ഒരു യുദ്ധമുണ്ട്. അതുകൊണ്ട് ആ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ അധികാരം ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെ അടിമത്വത്തിലേക്ക് വലിച്ചിടുന്ന പിശാചിനോട് നമ്മൾ യുദ്ധം ചെയ്യാൻ പഠിക്കണം. ഹല്ലേലൂയ. മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നല്ല ക്രിസ്ത്യാനിയാണ്, ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, ഞാൻ വചനം വായിക്കുന്ന ആളാണ്, അയ്യോ ഞാൻ പാപമാണേ എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞ് ഒരിടത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടി, കർത്താവേ നീ എന്നോട് മനസ്സിൽ, കർത്താവേ നീ എന്നോട് കരുണ കാണിക്കണമേ, കർത്താവേ നീ എന്നോട് എൻ്റെ ജീവിതത്തിലെ വിഷയങ്ങൾ മാറ്റിത്തരണമേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് ഒരു പാവത്താനെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടത്തില്ല എന്ന്. ഹല്ലേലൂയ. എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നില്ല, എനിക്കറിയാം. കർത്താവിനോട് അപേക്ഷിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അപേക്ഷിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ യേശു കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഓൾറെഡി തന്നിരിക്കുക. ആമേൻ. ഇത് പലപ്പോഴും ദൈവമക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്നും നാം പലരും അടിമത്വത്തിൽ കിടക്കുന്നത്. ഇയ്യോബിൻ്റെ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇയ്യോബിൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഇല്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ പഴയ നിയമത്തിൽ സൊല്യൂഷൻ വന്നിട്ടില്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? സിമ്പിളായിട്ട് പറയാം. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ അവൻ ധനവാനായിരുന്നു, 10 മക്കളുണ്ടായിരുന്നു, ഒരു ഭാര്യയെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ നല്ല ഭാര്യയായിരുന്നു. ഒത്തിരി ബിസിനസ്സുകളുണ്ടായിരുന്നു, എല്ലാ രീതിയിലും വളരെ ബ്ലെസ്സഡ് ആയിരുന്നു, ഒത്തിരി വേലക്കാരുണ്ടായിരുന്നു, ഒത്തിരി സമ്പാദ്യങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല അവൻ വളരെ നല്ലൊരു ദൈവഭക്തനായിരുന്നു, നീതിമാനായിരുന്നു, പാപം ചെയ്യാത്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതെ ദൈവം പറയുന്നത് അനുസരിച്ച് നടക്കുന്ന, ആരും ഇച്ഛിപ്പോന്ന് പറയത്തില്ല, 100-ൽ 100 മാർക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റിൽ ലഭിക്കുന്ന രീതിയിൽ നല്ലൊരു ജീവിതം കാഴ്ചവെച്ചൊരു വ്യക്തിയാണ് ഇയ്യോബ്. പക്ഷേ ആ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരികയും ആ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുകയും ആ ഇയ്യോബിൻ്റെതായിട്ടുള്ള നന്മകൾ നഷ്ടപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഭവം മറ്റൊന്നുമല്ല, അസൂയാലുവാണ് പിശാച്. നമുക്കറിയാം, ആരും നന്നാവുന്നത് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് പിശാച്. ആരും ഉയർച്ച പ്രാപിക്കുന്നതും ഒരല്പം പച്ച പിടിക്കുന്നത് കണ്ണോടാത്ത ഒരാളാണ് പിശാച്. ഹല്ലേലൂയ. തെറ്റിദ്ധരിക്കരുത്, ദൈവം
ആഗ്രഹിക്കത്തില്ല തൻ്റെ മക്കൾ കഷ്ടതയിലും ദുരിതത്തിലും കിടക്കണമെന്നുള്ളത്. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അവൻ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അവൻ ദൈവം നല്ലവനും വിശ്വസ്തനുമാണ്. ആമേൻ, ഹല്ലേലൂയ. അവൻ മോശക്കാരൻ എന്ന് പറയുന്നത് പിശാച്. രണ്ടും രണ്ടായിട്ട് കണ്ടോണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എന്താണ്? നല്ലവനാണ്. ഒന്ന് പറയാവോ? ദൈവം നല്ലവനാണ്. പിശാചാണ് ആര്? മോശക്കാരൻ. എന്ന് പറയാം, ദൈവം നല്ലവനാ, പിശാച് മോശക്കാരനാ. ആമേൻ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നല്ലതേ ആമേൻ നിരൂപിക്കത്തുള്ളൂ. എന്ന് പറയുക, വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക. ദൈവം നല്ലതേ എനിക്ക് വേണ്ടി കരുതത്തുള്ളൂ. ആമേൻ. എൻ്റെ ജീവിതത്തിലുള്ള തിന്മകളെല്ലാം പിശാചിൻ്റെ പരിപാടിയാണ്. പറയുക, എൻ്റെ ജീവിതത്തിലുള്ള തിന്മകളെല്ലാം പിശാചിൻ്റെ തന്ത്രമാണ്. ആകയാൽ ഈ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കുവാനാണ് എൻ്റെ കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ആമേൻ മാത്രം പറഞ്ഞാൽ പോരാ. ഒന്ന് പറയുക, ഈ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കുവാനാ എൻ്റെ ദൈവം എന്നെ ഇന്നിവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കാര്യം അടിച്ചെന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാവോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം അതിൻ്റെ 7-ാമത് വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെ സൃഷ്ടിക്കുന്നു. ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, തിന്മയെ സൃഷ്ടിക്കുന്നു. യഹോവയായ ഞാൻ ഇതാകുന്നു ചെയ്യുന്നു. ആകാശമേ, മേലിൽ നിന്ന് പൊഴിക്കുക, മേഘങ്ങളിൽ നീതിയെ വർഷിക്കട്ടെ. രക്ഷ വിളയേണ്ടതിന് ഭൂമി തുറന്നു വരട്ടെ, അത് നീതിയെ മുളപ്പിക്കട്ടെ. യഹോവയായ ഞാൻ അത് സൃഷ്ടിച്ചിരിക്കുന്നു. നിലത്തിലെ കല നുറുക്കുകളുടെ ഇടയിൽ ഒരു കല നുറുക്കായിരിക്കെ തന്നെ നിർമ്മിച്ചവനോട് തർക്കിക്കുന്നവൻ അയ്യോ കഷ്ടം. ആമേൻ. മറയുന്നവനോട് ആമേൻ കളിമണ്ണ് നീ എന്തുണ്ടാകുന്നു എന്ന് കൈപ്പണി. ആമേൻ. അവന് കൈയില്ല എന്ന് പറയുമോ? ഒന്നും മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. ആമേൻ. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആമേൻ പ്രകാശത്തെയും സൃഷ്ടിച്ചു. എന്താണ്? ദൈവം ഇരുട്ടിനെയും സൃഷ്ടിച്ചു. ഇവിടെ ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. ആമേൻ. ആദിമ കാലഘട്ടത്തിൽ ദൈവം തന്നെ ആരാധിക്കുവാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു വിഭാഗം ആൾക്കാരായിരുന്നു ദൈവദൂതന്മാർ. പക്ഷേ അവർ നിഗളികളും അഹങ്കാരികളുമാകുകയും ദൈവത്തെക്കാൾ വലിയവരാണ് അവരെന്നൊരു ചിന്താഗതി ഉണ്ടായിത്തീർന്നപ്പോൾ അവരുടെ പേരിനൊരു മാറ്റം വന്നു. ദൂതന്മാരെന്നുള്ള പേര് മാറിയിട്ട് പിശാച് എന്നൊരു പേര് അവർക്ക് വരുവാനിടയായിത്തീർന്നു. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ദൈവം നല്ലതെന്ന് സൃഷ്ടിച്ചു, പക്ഷേ നല്ലതെന്ന് സൃഷ്ടിച്ച ചിലതൊക്കെ ഇരുളായിത്തീർന്നു. അതാണ് പിശാചിൻ്റെതായിട്ടുള്ള സൈന്യം. പക്ഷേ താഴേക്ക് വായിക്കുമ്പോൾ വ്യക്തമായി അവൻ ഇരുളും വെളിച്ചവും സൃഷ്ടിക്കപ്പെട്ടെങ്കിലും അവൻ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ അല്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഭാഗം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ആകാശമേ, മേലിൽ നിന്ന് പൊഴിക്കുക, മേഘങ്ങളെ നീതിയെ വർഷിക്കട്ടെ. അപ്പോൾ പറയുക, ദൈവം വർഷിപ്പിക്കുമ്പോൾ ദൈവം ആകാശത്തിൽ നിന്ന് എന്ത് വർഷിപ്പിച്ചാലും അത് നീതിയായിരിക്കും. അനീതി ദൈവം വർഷിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. അടുത്തിങ്ങനെ എഴുതിക്കുന്നു: രക്ഷ വിളയേണ്ടതിന് ഭൂമി തുറന്നു വരട്ടെ. ആമേൻ. ഭൂമിയിൽ നിന്ന് ആമേൻ തിന്മ വിളയട്ടെ എന്നല്ല എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ തെറ്റായ അല്ലെങ്കിൽ ക്രൂരമായ എന്തെങ്കിലുമൊക്കെ ആമേൻ ഉണ്ടാകട്ടെ എന്നല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്. രക്ഷ വിളയേണ്ടതിന്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഒരു തോട്ടക്കാരനാണെങ്കിൽ തൻ്റെ തോട്ടത്തിൽ വിളയുന്നത് ആമേൻ നഷ്ടമല്ല, രക്ഷ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അടുത്തിങ്ങനെ എഴുതിയിരിക്കുന്നു: അത് നീതിയെ മുളപ്പിക്കട്ടെ, യഹോവയായ ഞാൻ അത് സൃഷ്ടിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരിച്ചു വരവ് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അവൻ ഇത്രത്തോളം അവൻ എല്ലാത്തിലും 100-ന് 100 മാർക്കെന്ന് കണ്ടപ്പോൾ പിശാചിന് അസൂയ കടന്നു വരികയും പിശാച് ദൈവത്തോട് ചോദിക്കുന്നു: ഞാൻ ഇവനെ ഒന്ന് പരീക്ഷിക്കോട്ടെ, പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ വിശ്വാസം നിലനിൽക്കുമോ, നിലനിൽക്കില്ലയോ, ഇവൻ പിന്മാറുമോ, ഇവൻ ദൈവത്തെ തള്ളി പറയുമോ എന്നുള്ളത് അറിയുവാനേ കഴിയുമെന്ന് മനസ്സിലാക്കി അവൻ എന്നറിയും എന്നൊക്കെ ഡയലോഗ് അടിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പോയി. പക്ഷെ ദൈവത്തിന് വ്യക്തമായി അറിയാവുന്നൊരു ഭാഗമായിരുന്നു ഈ പിശാച് അവൻ ഇയ്യോബിനെ എങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്താൻ ശ്രമിച്ചാലും എങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചാലും ഇയ്യോബ് തളരത്തില്ല, ഇയ്യോബ് തകരത്തില്ല. ഇയ്യോബ് ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരുന്ന ദൈവത്തിനൊരു ഉറപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആകയാൽ ഞാനൊന്ന് പറഞ്ഞിട്ട്, തെറ്റിദ്ധാരണകളെ മനസ്സിനകത്തുനിന്ന് പുറത്തെടുത്ത് കളഞ്ഞോണം. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നെങ്കിൽ ദൈവം അതിന് പെർമിഷൻ കൊടുത്തു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം അവിടെ ഒന്നും കൂടെ മനസ്സിലാക്കുക, ദൈവമല്ല ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുത്തിയത്. ആരാ നഷ്ടങ്ങൾ വരുത്തിയത്? പിശാച് അല്ലേ? പിശാചാണോ ദൈവമാണോ? പിശാച് പെർമിഷൻ ചോദിച്ചപ്പോൾ ദൈവം പെർമിഷൻ കൊടുത്തു എന്ന് നമുക്കറിയാം.
അപ്പോൾ ചിലർക്ക് എന്തുകൊണ്ട് ദൈവം പെർമിഷൻ കൊടുത്തു? അതിന് ഉത്തരം ഇതാണ്. ദൈവത്തിനറിയായിരുന്നു ഇയ്യോബ് ഒരു ക്യൂട്ട് ക്രിസ്ത്യൻ അല്ല. ഇയ്യോബ് അവൻ തളർന്നു പോകുന്ന ഒരു വ്യക്തിയല്ല. അവൻ ധൈര്യശാലിയ, അവൻ ബലവാന, അവൻ വിശ്വാസമെന്ന പരിചയെടുത്ത് പോരാടി പിശാചിനെ നാണം കെടുത്തുവാൻ തക്കവണ്ണ അവൻ ദൈവവുമായ ഒരു അഭേദ്യമായ തകരാത്ത ഉടയാത്തൊരു ബന്ധമുള്ളൊരു ദൈവത്തിൻ്റെ ഭക്തനായെന്ന് ദൈവത്തിന് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു. ആമേൻ. ഒരു കഴുകൻ്റെ സ്നേഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതുപോലെയാണ്. കഴുകൻ ആ മുട്ടയിടുന്നതിന് മുമ്പ് ആദ്യം നല്ല അടിപൊളിയായിട്ടൊരു കൂടൊക്കെ ഉണ്ടാക്കും. ആദ്യം വിറക് കൊണ്ടൊരു ലെയർ, പിന്നെ തുണിക്കഷ്ണങ്ങൾ കൊണ്ടൊരു ലെയർ, പിന്നെ പഞ്ഞി കൊണ്ടൊരു ലെയർ, പിന്നെ തൻ്റെ മാർവിടത്തുനിന്നുള്ള തൂവലുകൾ കൊണ്ടൊരു ലെയർ. അങ്ങനെ പല ലെയർ വെച്ച് വളരെ ഭംഗിയായിട്ട് വളരെ നന്നായി അത് പ്ലാൻ ചെയ്ത് നെസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അത് മുട്ടയിടുകയും അത് വിരിയുകയും കുഞ്ഞുങ്ങളെ അതിനകത്താക്കി വയ്ക്കും. കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ചെറുതായിട്ടൊക്കെ തൂവൽ വരാൻ തുടങ്ങുന്നു. അവർ പറക്കുവാനായിട്ടുള്ള ശേഷി എത്തുവാറായി എന്ന് കാണുമ്പോൾ കഴുകൻ എന്ത് ചെയ്യുമെന്നറിയാവോ? കഴുകൻ ഓരോ ലെയറായിട്ട് മാറ്റും, ഓരോ കംഫർട്ട് സോണായിട്ട് മാറ്റും. എന്തിനാണെന്നറിയാവോ? അവൻ കുഞ്ഞുങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, കുഞ്ഞുങ്ങളെ അവൻ ഫൈറ്റ് ചെയ്യുവാൻ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ ദൈവം വെച്ച്, അല്ലെങ്കിൽ ആ കഴുകൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന കഴിവുകൾ പുറത്ത് വരണമെങ്കിൽ അവർക്ക് പരിശീലനം കിട്ടിയേ മതിയാകത്തുള്ളൂ. ആമേൻ. മനസ്സിലാക്കുന്നവരോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴുകൻ തള്ളയ്ക്ക് കുഞ്ഞുങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്തതുകൊണ്ടല്ല. കുഞ്ഞുങ്ങൾക്ക് തോന്നും, അയ്യോ ഈ അമ്മ ഇത്രയും ക്രൂരയാണല്ലോ, എൻ്റെ കഴുകൻ അമ്മ ഇത്രയും മോശക്കാരിയായൊരു വ്യക്തിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. കാരണം ഞങ്ങളുടെ കംഫർട്ട് സോണായിട്ടുള്ള ആ തൂവലിൻ്റെ ലെയറിനെ കണ്ണിച്ചോരയില്ലാതെ ഇട്ട് തള്ളിയിട്ട് കളഞ്ഞു. ഞങ്ങളെയും അതിൻ്റെ കൂടെ എടുത്ത് തള്ളിയിട്ടു. കുഞ്ഞുങ്ങൾക്ക് തോന്നും അമ്മയ്ക്ക് സ്നേഹമില്ലെന്ന്. പക്ഷേ അമ്മക്കഴുകനറിയാം അവൻ ലെയർ തള്ളി മാറ്റി ഈ കുഞ്ഞുങ്ങളെ കൂട്ടിയെടുത്ത് പുറത്തിട്ടില്ലെങ്കിൽ ഇവരൊരിക്കലും പറക്കാൻ പഠിക്കത്തില്ല. ഇവർ പറക്കാൻ പഠിച്ചില്ലെങ്കിൽ അവൻ കാക്കകൾ വന്ന് അവൻ ഈ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്തി കളയുവാൻ, അവൻ പല മറ്റു പക്ഷികൾ വന്ന് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനെതിരെ വെല്ലുവിളിയായി തീരുവാൻ സാധ്യതയുണ്ടെന്ന് കഴുകൻ അറിയാമെന്നുള്ളത്. കഴുകൻ യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം, പറക്കുവാൻ തക്കവണ്ണം, ഏത് പരിസ്ഥിതിയിലും പറന്നുയരുവാൻ തക്കവണ്ണം ആമേൻ കഴുകൻ കുഞ്ഞുങ്ങളുടെ ചിറകുകളെ ബലമുള്ളതാക്കി തീർത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അത് കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അടുത്ത് പഞ്ഞിയുടെ ലെയറിനെയും എടുത്ത് കളയും. അതിനുശേഷം തുണിയുടെ ലെയർ കളയും. ഈ ഓരോ ലെയർ പൊളിക്കുമ്പോഴും കുഞ്ഞുങ്ങളും അതിൻ്റെ കൂടെ അവൻ വളരെ ഉയരത്തിൽ താഴേക്ക് വീഴും. പക്ഷേ അവിടെയുള്ളൊരു പ്രത്യേകതയുണ്ട്. എത്ര ഉയരത്തിൽ നിന്ന് വീണാലും അവൻ കുഞ്ഞുങ്ങൾ വീഴുന്ന വീഴ്ചയെക്കാളും ഇരട്ടി വേഗതയിൽ പറന്നിറങ്ങുന്നൊരു കഴുകനുണ്ട്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ വീഴുന്നതിനേക്കാളും ഇരട്ടി വേഗതയിൽ അമ്മ കഴുകൻ പറന്നിറങ്ങിയിട്ട് ഈ കുഞ്ഞുങ്ങളെ വീഴാറായി എന്ന് തോന്നുമ്പോഴുണ്ടല്ലോ, വന്ന് ചിറകിൻ്റെ മേലെ വഹിച്ച് വീണ്ടും കൂട്ടിൽ തിരിച്ചെത്തിക്കുന്ന ഒരു കഴുകൻ അപ്രകാരമാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിന്റെ ജീവിതത്തിൽ പരീക്ഷകൾ കടന്നു വന്നാൽ, പിശാചിന്റെ തന്ത്രങ്ങൾ, പിശാചിന്റെ പോരാട്ടങ്ങൾ നിന്റെ ജീവിതത്തിന്റെ എതിരെ വന്നാൽ, അവൻ ദൈവം കാണാതെ ഇരിക്കുകയല്ല, ദൈവം നിന്നെ മൈൻഡ് ചെയ്യാതിരിക്കുകയല്ല. അവൻ വ്യക്തമായി നിന്നെ കാണുന്നുണ്ട്. നിന്റെ ജീവനെതിരെ പിശാച് എന്തെങ്കിലും ചെയ്യുന്നുവെന്ന് ദൈവത്തിനൊരു വ്യക്തമായ ഒരു മനസ്സിലാക്കൽ വരുമ്പോഴുണ്ടല്ലോ, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നിന്നെ തള്ളിക്കളയുമില്ല. നിന്നെ കളയുന്നൊരു ദൈവമല്ല, നിന്നെ താങ്ങുന്നൊരു ദൈവം അത്രേ എൻ്റെ ദൈവം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു, ഇയ്യോബ് വീഴത്തില്ല. ആമേൻ. ഇയ്യോബ് തകരത്തില്ല. അവൻ്റെ ജീവിതത്തിൽ എത്ര നഷ്ടം വന്നാലും അവൻ തിരിച്ചു കടന്നു വരാൻ അവനൊരു പോരാളി എന്ന ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ ഓരോരുത്തരും ദൈവം ഇന്ന് ഈ പുതിയ നിയമ കാലഘട്ടത്തിലാക്കി വെച്ചിരിക്കുമ്പോൾ ഇയ്യോബിനെക്കാളും കൂടുതൽ പവർ, കൂടുതൽ ഓപ്പർച്യൂണിറ്റി, കൂടുതൽ അവസരം ദൈവം നമുക്കുണ്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ആമേൻ. സംഭവം മനസ്സിലായില്ല. ഞാൻ കുഞ്ഞിലെ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ ഇത്രയും പാപം നിറഞ്ഞ, ഇത്രയും ക്രൂരത നിറഞ്ഞ ഈ ലോകത്തിൽ പ്രലോഭനങ്ങളുടെ നടുവിൽ നമുക്ക് ജീവിക്കേണ്ടി വരില്ലായിരുന്നു കർത്താവ് ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ബൈബിൾ എഴുതപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ബൈബിൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പത്രോസിൻ്റെ വീട്ടിൻ്റെ അയൽക്കാരിയായിട്ട് ജീവിച്ചാലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാനൊന്ന് പറഞ്ഞിട്ട് അതിനേക്കാളും നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു പ്രൊട്ടക്ഷൻ,
നല്ലൊരു അവസരം, നല്ലൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഇയ്യോബിൻ്റെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിലും പരിശുദ്ധാത്മാവെന്ന അവകാശം ജനത്തിന് കിട്ടിയിട്ടില്ലായിരുന്നു. ഹല്ലേലൂയ. ഇയ്യോബിൻ്റെ കാലഘട്ടത്തിൽ ദൈവമുണ്ടായിരുന്നു, പക്ഷേ ചില അധികാരങ്ങൾ അവർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. മനുഷ്യൻ്റെ മേൽ ചില അധികാരങ്ങൾ വരുവാനിടയായിത്തീർന്നത് യേശുവിൻ്റെ ജനനത്തോടുകൂടെയായിരുന്നു. അതുവരെയും മനുഷ്യനെ പിശാച് കയ്യിൽ വെച്ച് അമ്മാനമാടുന്നത് പോലെ, തോന്നിയ പാടിന് ഇഷ്ടം പോലെ അവരെ പ്രയാസപ്പെടുത്തി, ശോധന കൊടുത്ത് അവരുടെ ജീവിതത്തെ തകർത്തുടച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടമാണ്. അത് പിതാവായ ദൈവം വ്യക്തമായി കാണുകയും ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന, ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇയ്യോബ് രക്ഷപ്പെട്ടു, പക്ഷേ എല്ലാവരും രക്ഷപ്പെട്ടില്ല. ഹല്ലേലൂയ. ഇയ്യോബ് രക്ഷപ്പെട്ടതുപോലെ എല്ലാവരും രക്ഷപ്പെട്ടില്ല. ഇത് കർത്താവിനെ കണ്ടിട്ട് മനസ്സലിവുണ്ടായിട്ട് തൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഏവരുടെയും വീഴ്ചയ്ക്കും നമ്മുടെയൊക്കെ പിന്മാറ്റത്തിനും നമ്മുടെയൊക്കെ പാപത്തിനൊക്കെ പരിഹാരകനായി ഒരു ബലിയാടിനെ പോലെ നമുക്ക് വേണ്ടി യാഗമായി അയച്ചു എന്നുള്ളതാണ് വാസ്തവം. ഹല്ലേലൂയ. ആ യേശു കർത്താവിൻ്റെതായിട്ടുള്ള ഈ ഭൂമിയിലുള്ള വരവിലൂടെ ഒത്തിരി മാറ്റങ്ങൾ വന്നു. എന്തുകൊണ്ടാണ് പഴയ നിയമം പുതിയ നിയമം എന്നൊരു ചോദ്യം നമുക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ ഉണ്ടാകണം കേട്ടോ. ബൈബിളിൽ 2 ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? പഴയ നിയമവും പുതിയ നിയമം. എത്ര പുസ്തകങ്ങളുണ്ട് ബൈബിളിൽ? 66 പുസ്തകങ്ങളാണ് ബൈബിളിലുള്ളത്. പുതിയ നിയമത്തിൽ വന്ന മാറ്റം എന്ന് പറയുമ്പോൾ ചുമ്മാ ബോറടിച്ചപ്പോൾ ഇരിക്കട്ടെ, പഴയ നിയമം പുതിയ നിയമം, അങ്ങനെയല്ല. പണ്ടൊരു നിയമം ഉണ്ടായിരുന്നു, പുതിയത് മറ്റൊരു നിയമം. ഹല്ലേലൂയ. പഴയ നിയമത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ കൃപയ്ക്കൊരൽപ്പം കുറവുണ്ടായിരുന്നു. അവിടെ മനുഷ്യന് പല അധികാരങ്ങളും കിട്ടിയില്ലായിരുന്നു. അവിടെ മനുഷ്യന് പരിശുദ്ധാത്മാവെന്ന അവകാശവും കിട്ടിയിട്ടില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിശാചിൻ്റെ മേലുള്ള അധികാരം, രോഗത്തിൻ്റെ മേലുള്ള അധികാരം, രോഗത്തിൻ്റെയും ലോകത്തിൻ്റെയും 2ൻ്റെ മേലുള്ള അധികാരം, കൃപ എന്നുള്ള ദാനം, ഇതൊന്നും പഴയ നിയമത്തിൽ വലുതായിട്ടില്ലായിരുന്നു, പരിശുദ്ധാത്മാവെന്ന അവകാശം. പക്ഷേ യേശുവിൻ്റെ ജനനത്തിലൂടെ ദൈവമക്കൾക്ക് ലഭിച്ച ഗിഫ്റ്റ്സാണ്. 1 യേശു ക്രിസ്തുവിലൂടെയുള്ള കൃപ, 2 യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന തൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവെന്ന അവകാശം. അത് ഷാജി ബ്രദറിനും എബിശാലവിന് മാത്രം കിട്ടുന്ന ഒന്നല്ല. തെറ്റിദ്ധാരണകൾ ഇറക്കി വിട്ടോണം. വചനം പറയുന്ന അന്ത്യകാലത്തിൽ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിൻ്റെ മേലും, സകല ജാതികളുടെ മേലും, സകലവരുടെ മേലും, എല്ലാ മനുഷ്യരുടെ മേലും പകരുമെന്ന വചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ മേലാണെങ്കിലും ഹിന്ദുക്കളുടെ മേലാണെങ്കിലും മുസ്ലിംസിൻ്റെ മേലാണെങ്കിലും, ഇനി ജാതിയൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല, നമുക്കൊന്നും ജാതിയുടെ ഒന്നും പേരൊന്നും വലിയതായിട്ടൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ജനറേഷൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഏത് ജാതിയായാലും, ഏത് കളറായാലും, ഏത് ബാക്ക്ഗ്രൗണ്ട് ആയാലും അതൊന്നും ഒരു പ്രശ്നമല്ല. വചനം പറയുന്നത് സകല ജഡത്തിൻ്റെ മേലും തൻ്റെ ആത്മാവിനെ പകരുമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന അവകാശം നമുക്ക് കിട്ടിയിരിക്കുന്നു. 4മതായി പിശാചിൻ്റെ മേലുള്ള അധികാരം. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തിലൂടെയും തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന മറ്റൊരു ബൈ പ്രോഡക്റ്റാണ് പിശാചിൻ്റെ മേലുള്ള അധികാരം. കാരണം യേശുവിൻ്റെ രക്തം ഓൾറെഡി പിശാച് പറയുന്ന എല്ലാ കണ്ടീഷനുമുള്ള പരിഹാരം വരുത്തി. രോഗത്തിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? പാപം. നിങ്ങൾ ചെയ്ത പാപമാകണമെന്നില്ല. നമ്മൾ പൂർവ്വപിതാക്കന്മാരായിരിക്കാം, മനുഷ്യ സമൂഹം എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യൻ ചെയ്ത പാപമാണ് ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്നതായിട്ടുള്ള കഷ്ടതകൾ. ആദിയിൽ ആദാം മുതൽ ആരംഭിച്ചപ്പോൾ ഈ പാപത്തിൻ്റെ പരിണിത ഫലമാണ് രോഗവും മരണവും. അതാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് പരിഹാരമാകണമെങ്കിൽ ഈ പാപത്തെ വഹിച്ചുകൊണ്ട് ആരെങ്കിലും ബലിയായി തീരണം. അപ്പോൾ അപ്രകാരം ഈ ലോകത്തിൻ്റെ പാപം ചുമക്കുവാൻ വേണ്ടിയിട്ട് ഒരു തെറ്റും കുറവുമില്ലാത്ത വളരെ പ്യുവറായിട്ടുള്ള, വളരെ വിലയുള്ളൊരു രക്തം അല്ലെങ്കിൽ വിലയുള്ളൊരു യാഗം ആവശ്യമായിരുന്നു. ആ യാഗവസ്തുവായി യേശു കർത്താവ് തീരുകയും നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുവാൻ യേശുവിൻ്റെ രക്തം നൽകി നമ്മളെ വിലയ്ക്ക് വാങ്ങുവാൻ ഇടയായിരുന്നു. അപ്പോൾ അതിലൂടെ നമുക്കൊരു അവകാശവും അധികാരവും കിട്ടുന്നു. ഹല്ലേലൂയ. അവകാശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ രക്തത്തിലൂടെയുള്ള സ്വാതന്ത്ര്യം. അധികാരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രക്ഷ കിട്ടിയിട്ട് നമ്മുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന പിശാചിൻ്റെ തലയെ തകർക്കാനുള്ള അധികാരം. ഹല്ലേലൂയ.
നമുക്ക് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒത്തിരി അവകാശങ്ങളുണ്ട്. പക്ഷേ ഈ അവകാശങ്ങൾ പലപ്പോഴും നമുക്ക് ലഭിക്കാതെ വരുന്നത് കൊണ്ടാണല്ലോ നമുക്ക് പോലീസ് എന്ന് പറയുന്നതും പട്ടാളം എന്ന് പറഞ്ഞിട്ടും എന്നൊക്കെ തുടങ്ങിയ ചില ഫോഴ്സുകൾ നമ്മുടെ രാജ്യത്തിലുള്ളത് അല്ലേ. പോലീസിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? പോലീസിൻ്റെ ജോലി എന്താണ്? പെറ്റിയടിക്കുന്നത്? പെറ്റിയടിക്കുന്നത് മാത്രമോ? അല്ല. കൈ കാണിക്കുന്നത് മാത്രം അല്ല. പോലീസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ നിയമപാലനം, നിയമങ്ങൾ ശരിയായി നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഒരു വ്യക്തിയുടേതായിട്ടുള്ള അവകാശങ്ങൾ ആ വ്യക്തിക്ക് കിട്ടുന്നുണ്ടോ? അത് പോലീസിൻ്റെ കൈ തീർന്നില്ലെങ്കിൽ അടുത്തെന്തുണ്ട്? വല്ലപ്പോഴൊക്കെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ചെവിയൊക്കെ തുറന്ന് കേൾക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് ഈ സൊസൈറ്റി ജീവിക്കാനുള്ള കാര്യങ്ങൾ പോലും അറിഞ്ഞുകൂടാന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസിൻ്റെ കയ്യിൽ തീർന്നില്ലെങ്കിൽ അവിടെ കൊണ്ട് തീരുകയാണോ? വഴി അടയാണോ? ഇല്ല. അടുത്തെന്തുണ്ട്? ആർമി അവിടെ ഇരിക്കട്ടെ. നമുക്കിപ്പോൾ നമ്മുടെ അയൽക്കൂട്ടത്തിലെ കുടുംബശ്രീയിലെ പ്രശ്നങ്ങൾ നമുക്ക് സംസാരിക്കാം. ഒരാൾ നമ്മളെ പൂ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വിളിച്ചു. പോലീസിനടുത്ത് പരാതി കൊടുത്തിട്ടും അവരെ വിളിയും ചെല്ലപ്പേര് വിളിയൊന്നും തീരുന്നില്ല. അടുത്ത് പിന്നെ എന്തുണ്ട്? പോലീസ് കഴിഞ്ഞാൽ എന്തുണ്ട്? കോടതിയുണ്ടല്ലേ. കോടതി എന്ന് പറഞ്ഞാൽ ആദ്യമേ സുപ്രീം കോടതിയിൽ പോകാൻ പറ്റുമോ? ഇല്ല. ആദ്യം പോലീസിൻ്റെ ഒരു പരാതി കൊടുക്കണം. അത് തീർന്നില്ലെങ്കിൽ അടുത്തുള്ള കോടതിയുണ്ട്. അവിടെ തീർന്നില്ലെങ്കിൽ പിന്നെ എന്തുണ്ട്? പിന്നെ അതിൻ്റെ മേളിൽ വേറെ കോടതികളൊക്കെ ഉണ്ട്. അതെനിക്ക് വലിയ പിടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ട്? ഹൈക്കോർട്ടുണ്ട് അല്ലേ. ഹൈക്കോടതിയുണ്ട്. ഹൈക്കോടതിയിലും തീർന്നില്ലെങ്കിൽ എന്തുണ്ട്? സുപ്രീം കോടതിയുണ്ട്. ഇനി മനുഷ്യാവകാശം സംബന്ധിച്ചുള്ള എന്തെങ്കിലും സാധനമാണെങ്കിൽ സുപ്രീം കോടതിയിൽ തീർന്നില്ലെങ്കിൽ എന്തുണ്ട്? മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞ് വേറൊരു സംഭവമുണ്ട്. പിന്നെ UN-ൻ്റെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, ഐക്യരാഷ്ട്ര സംഘടനയുടെ. അപ്പോൾ ഇത്രയും തലങ്ങളുണ്ട്. ഇനി അവിടെയും തീർന്നില്ലെങ്കിൽ ആരുണ്ട്? സ്വർഗത്തിൽ നമുക്കൊരു നല്ലൊരു നീതി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തിരിച്ചു വരട്ടെ. ഈ രക്തം നൽകി നമുക്ക് യേശു കർത്താവ് മേടിച്ചെന്ന സ്വാതന്ത്ര്യം ഇന്നും പലപ്പോഴും നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ വണ്ണം പാപം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിട്ട്, ശാപം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിട്ട്, നമ്മുടെ ജീവിതത്തെ രോഗം കൊണ്ടിട്ട്, പ്രയാസങ്ങൾ കൊണ്ടിട്ട്, വേദന കൊണ്ടിട്ട് നമ്മുടെ ജീവിതത്തെ നരകതുല്യമാക്കി തീർക്കുന്ന, നിയമം അനുസരിക്കാൻ അറിഞ്ഞുകൂടാത്തൊരു പിശാചുണ്ട്. ഹല്ലേലൂയ. എത്ര കോടതിയും പോലീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പിശാചിന് അനുസരണ എന്ന് പറയുന്നത് തൻ്റെ ഡിക്ഷണറിയിലുള്ളൊരു കാര്യമല്ല. സാമാന്യ ബോധമെന്ന് പറയുന്നത് ഈ പിശാചിൻ്റെ ഡിക്ഷണറിയിലുള്ളതല്ല. അപ്പോൾ അങ്ങനെ ഈ സാമാന്യ ബോധവും അനുസരണയും അല്ലെങ്കിൽ നല്ലൊരു പൗരനല്ലാത്തൊരു വ്യക്തിക്ക് പറഞ്ഞിട്ടുള്ളതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. പണ്ട് പോലീസുകാർക്ക് അടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇപ്പം അടിയൊന്നും കൊടുക്കാനൊന്നും പറ്റൂല. എന്നാലും ആരും കാണാതെ ക്യാമറ ഇല്ലാത്തടത്ത് വെച്ച് ഇടി കൊടുക്കാറുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇവിടുത്തെ പോലീസിനെ പറ്റിയൊന്നുമല്ല പറയുന്നത്, ഞാൻ അങ്ങ് ഇവിടെയുള്ള മറ്റൊരു പോലീസിനെ പറ്റിയാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇനി പോലീസിൻ്റെ കയ്യിൽ തീർന്നില്ലെങ്കിൽ കോടതി പോയി കഴിഞ്ഞാൽ എന്തുണ്ട്? അവർക്ക് പറഞ്ഞിട്ടുള്ള കാരാഗ്രഹം അല്ലെങ്കിൽ ജയിലെന്ന് പറയുന്നത്. ഇനി ജയിലിൽ ഉള്ള ശിക്ഷ കൊണ്ട് തീർന്നില്ലെങ്കിൽ എന്തുണ്ട്? പല രീതിയിലുള്ള ശിക്ഷകളുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ശിക്ഷയെന്ന് പറയുന്നത് 1 ലൈഫ് ഇംപ്രിസൺമെൻറ്റും 2 വധശിക്ഷ അല്ലേ. ആർക്കാണ് ഇങ്ങനെയുള്ള വലിയ ശിക്ഷകൾ കൊടുക്കുന്നത്? ഒട്ടും അനുസരിക്കാൻ പറ്റാത്ത, ഒട്ടും നന്മ ഉള്ളിലില്ലാത്ത, മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തിന്മ മാത്രം ചിന്തിക്കുന്ന വ്യക്തി. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ പേരാണ് പിശാച്. ഹല്ലേലൂയ. ഈ പിശാചിനുണ്ടല്ലോ ഇങ്ങനെ നീ എൻ്റെ അടുത്ത് മര്യാദയ്ക്കിരിക്കണം എന്ന് പറഞ്ഞാൽ അവന് കേൾക്കൂല, അവനത് സഹകരിക്കില്ല. കാരണം പിശാചെന്ന് പറഞ്ഞാൽ സാമാന്യ ബോധം എന്ന് പറഞ്ഞാൽ അടുത്തൂടെ പോകാത്തൊരു വ്യക്തി. അപ്പോൾ അവൻ അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുക്കണം. ഹല്ലേലൂയ. പിശാചിന് ചവിട്ട് കൊടുക്കേണ്ടത് ചവിട്ട് കൊടുത്താലേ പറ്റത്തുള്ളൂ. അല്ലാതെ സാറേ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ പിശാച് ഓക്കെ ബ്രദർ എന്ന് പറഞ്ഞ് മാറി നിൽക്കൂല. പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ പിശാചിൻ്റെ തലയെ തകർക്കുവാൻ ദൈവമക്കൾ ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൽ നാം പരിശോധിക്കുമ്പോൾ വേദഭാഗങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. റോമർക്ക് എഴുതിയല്ലേ അമൻ അമൻ അമൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയുമില്ല. ഹല്ലേലൂയ.
ഇവിടെ ദോഷം വരുത്തുകയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ ഈ ദോഷം വരുത്താതെ ഇരിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ചവിട്ടേണ്ടതിനെ ചവിട്ടണം. മനസ്സിലാക്കുന്ന ഒരു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പിശാച് ഇന്നും ദോഷം വരുത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം, എവിടെയോ ചവിട്ടിൻ്റെ പവർ കുറഞ്ഞു പോയി. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ നാളെ മുതൽ ജിമ്മിൽ പോയിട്ട് ലെഗിൻ്റെ എക്സസൈസ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മനുഷ്യൻ്റെ കാല് കുറച്ച് മസിലൊക്കെ വെച്ച് കുറച്ച് ബലമുള്ളതായി തീരണമെന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ചവിട്ട് കഴിഞ്ഞ നാളുകൾ പിശാചിൻ്റെ തലയിൽ വലിയ സ്ട്രോങ് ആയില്ല. അതുകൊണ്ടാണ് അവൻ ഇന്നും നമ്മുടെ ജീവിതത്തിൽ ദോഷം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ആകയാൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അഭിഷേകത്താൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ ബലം പ്രാപിക്കണം. എന്തിനാണെന്നറിയാവോ? ബലപ്പെട്ടു കൊള്ളാം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടാനല്ല, യുദ്ധം ചെയ്യുവാൻ. ഹല്ലേലൂയ. ദോഷം വരുത്തുന്ന, തിന്മ കൊണ്ടിടുന്ന നമ്മുടെ എല്ലാവരുടെയും കോമൺ ശത്രുവായ പിശാചിൻ്റെ തലയെ തകർക്കുവാൻ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിപ്പാൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അർത്ഥം ഇത്ര മാത്രമാണ്, യേശുവിനെ ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് നമ്മിലും ജീവിക്കുന്നത് കൊണ്ട് പിശാചിന് നമ്മളെ മരിച്ചു ജീവിക്കുന്ന ഒരു കോമാ സ്റ്റേജിൽ ജീവിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, ശ്വാസം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ജീവിക്കാൻ കഴിയുന്നില്ല. അത്തരത്തിൽ നമ്മളെ പിടിച്ചു വലിച്ചു മുറുക്കി കെട്ടിവെച്ചിരിക്കുന്ന അവസ്ഥയിൽ എല്ലാ നാളും ഇട്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ കടന്നു വരുമ്പോൾ യേശുവിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച് പുറത്തു കൊണ്ടുവന്നതുപോലെ നമ്മളെ പിശാച് കെട്ടിവെച്ചിരിക്കുന്ന, നമ്മളെ പിശാച് അകപ്പെടുത്തി വെച്ചിരിക്കുന്ന ചില കല്ലറകളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ജീവനോടെ പുറത്തു കൊണ്ടുവരുമെന്ന്. ഹല്ലേലൂയ. സാമ്പത്തിക മേഖലയിലാണോ നിങ്ങൾ മരിച്ചു ജീവിക്കുന്നത്? നിങ്ങളുടെ ആരോഗ്യം സംബന്ധിച്ചാണോ മരിച്ചു ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം പറയുക, ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നിന്റെ അവയവങ്ങൾ മരിച്ചു കിടക്കത്തില്ല, പിന്നെ നിന്റെ സാമ്പത്തിക മേഖലകൾക്ക് മരിച്ചു കിടക്കത്തില്ല, നിന്റെ കുടുംബജീവിതം മരിച്ചു കിടക്കത്തില്ല, നിന്റെ കുടുംബജീവിതത്തിനകത്തുള്ള സ്നേഹബന്ധങ്ങൾ മരിച്ചു കിടക്കത്തില്ല. യേശുവിനെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ് മുഖാന്തരം ജീവിക്കേണ്ടത് ജീവിക്കുക, ജീവിക്കേണ്ടുന്ന അവയവങ്ങൾ ജീവൻ പ്രാപിക്കുക, ജീവിക്കേണ്ടുന്ന കുടുംബജീവിതങ്ങൾ ജീവൻ പ്രാപിക്കുക, ജീവൻ പ്രാപിക്കേണ്ടുന്ന സാമ്പത്തിക മേഖലകൾ ജീവൻ പ്രാപിക്കുക, ജീവൻ പ്രാപിക്കേണ്ടുന്ന ആത്മീക ജീവിതങ്ങൾ ജീവൻ പ്രാപിക്കുമെന്ന്. നിന്റെ പ്രവചനം വരമാണോ മരിച്ചത്? ദൈവത്തിൻ്റെ ആ വചനം പറയുന്നു പരിശുദ്ധാത്മാവിനാൽ അത് ജീവിക്കുമെന്ന്. ഹല്ലേലൂയ. ദർശനങ്ങൾ കാണുവാനുള്ള ദൈവത്തിൻ്റെ ഗിഫ്റ്റിനെയാണോ പിശാച് മരിപ്പിച്ച് വെച്ചിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം പറയുന്നു ഉയർപ്പിക്കുന്ന പുനരുത്ഥാനത്തിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനാൽ നിന്റെ നഷ്ടപ്പെട്ടു പോയ ജീവനെ ദൈവം മടക്കി നൽകുമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷേ ഇതൊക്കെ കിട്ടണമെങ്കിൽ മറക്കരുത്, ചവിട്ടേണ്ടതിനെ ചവിട്ടണം, തകർക്കേണ്ടവൻ്റെ തകലയെ തകർക്കണം. ഹല്ലേലൂയ. നമുക്കൊരു ശത്രുത്വം ഉണ്ടാകണം പിശാചിനോട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലാതെ കർത്താവേ എന്നെ അനുഗ്രഹിക്കണം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ സമാധാനം നൽകണം, കർത്താവേ എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി തരണം, കർത്താവേ എൻ്റെ ജീവിതത്തെ നടത്തണം എന്നൊക്കെ പ്രാർത്ഥിച്ച് എല്ലാം ഇങ്ങോട്ട് പ്രാപിച്ചാൽ മാത്രം പോരാ. അത് പഴയ നിയമം. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നമ്മൾ ഈ വാവിട്ട് വിളിക്കുന്ന കാര്യങ്ങളെല്ലാം സൊല്യൂഷൻ നമ്മുടെ കൈ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നൊന്ന് കരമടിച്ച് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സൊല്യൂഷൻ വേറെ ഒന്നും അല്ല, പ്രശ്നം കൊണ്ടിടുന്ന പിശാചിനെ തകർക്കുക. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് നിർത്തിക്കോട്ടെ, ഒരൊറ്റ കാര്യം, ഒരു എക്സാമ്പിൾ, ഒരു വിഷയമായിട്ടല്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ അധികാരം എന്താന്ന്. ഈ കാലഘട്ടത്തിലൊക്കെ ഉയർന്നു വരുന്ന ഒരു, അല്ലെങ്കിൽ ഉയർന്നു വരുന്നില്ല, ചിലർക്ക് ഈ വചന അറിവില്ലാത്ത ചിലർക്കുണ്ടാകുന്ന ഒരു പരാതി അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയാണ്, ഞങ്ങളുടെ വീട്ടിൽ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ വന്നിട്ടില്ല, ഞങ്ങൾ ഇത്ര വർഷമായി ചർച്ചിൽ പോകുന്നു, പക്ഷേ എന്നിട്ട് ഒരു ദിവസം പോലും ബ്രദർ, പാസ്റ്റർ, അച്ഛൻ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ദൈവദാസന് നിങ്ങൾ ഇട്ടിരിക്കുന്ന പേരിട്ടോ, ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല, വരാറില്ല, പ്രാർത്ഥിക്കാറുമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ തരാം. ശതാധിപൻ. ആമേൻ. ശതാധിപൻ എന്ന വ്യക്തി എന്ന് പറയുമ്പോൾ അവൻ വലിയ ആളാണ്. 100 ജോലിക്കാർ, 100 പട്ടാളക്കാർ തൻ്റെ കീഴിലുണ്ട്, ഒരു കമാൻഡർ. അപ്പം ആ ശതാധിപൻ യേശുവിനെ അന്വേഷിച്ച് യേശു ഉള്ളെടുത്ത് പോയിട്ട് യേശുവിനോട് പറഞ്ഞ് ഇങ്ങനെയാ, ഞാൻ എൻ്റെ പട്ടാളക്കാരിൽ എൻ്റെ കീഴിൽ 100 പേരുണ്ട്, ഈ 100 പേരിൽ ഒരാളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവരതുപോലെ ചെയ്യും. വലത്തോട്ട് പോകാൻ പറഞ്ഞാൽ വലത്തോട്ട് പോയി, ഇടത്തോട്ട് പോകാൻ പറഞ്ഞാൽ ഇടത്തോട്ട് പോയി, അത് ആ ഒരു സാധനം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ ചെയ്യും, എന്ത് പറഞ്ഞാലും അവർ ഒബേ ചെയ്യും.
എന്നിട്ട് ശതാധിപൻ വിശ്വാസത്തോടു കൂടെ യേശുവിനോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. കാരണം അവന് ഇത് വചനം അറിയാമെന്ന് അറിയത്തില്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന പരിശുദ്ധാത്മാവ് അവന് ആ ജ്ഞാനം നൽകിയത്. ഹല്ലേലൂയ. യേശുവിനോട് ഇങ്ങനെ ശതാധിപൻ പറഞ്ഞു, ഞാൻ എൻ്റെ വേലക്കാരോട് ഇങ്ങനെയൊക്കെ കൽപ്പിച്ചാൽ സംഭവിക്കുമെങ്കിൽ കർത്താവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ വീട്ടിൽ കിടക്കുന്ന ബാല്യക്കാരൻ സൗഖ്യം പ്രാപിക്കുമെന്ന്. ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ വരേണ്ടതില്ല, എൻ്റെ വീട്ടിൽ വരേണ്ടതില്ല, ഒന്ന് കൽപ്പിച്ചാൽ മതിയെന്ന്. സ്തോത്രം. വിഷയവുമായിട്ട് ഞാൻ ചേർത്ത് പറയാം, ദൈവദാസൻ വീട്ടിൽ വന്നാൽ മാത്രമേ വിടുതൽ നടക്കൂ എന്നുള്ളൊരു കാലഘട്ടത്തിലല്ല ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവദാസന് ദൈവദാസൻ്റെതായുള്ള ഒത്തിരി ഉത്തരവാദിത്തങ്ങളും ഒത്തിരി അഭിഷേകങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്, പ്രത്യേക അഭിഷേകങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്ന ഒരു അധികാരമാണ്, ദൈവദാസൻ വീട്ടിൽ വന്നില്ലെങ്കിലും പിശാചിനോട് മല്ല് പിടിക്കാൻ നമുക്കൊരു അധികാരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാത്തിനും ദൈവദാസൻ വരണമെന്നില്ല, എല്ലാത്തിനും ദൈവദാസിമാർ വരണമെന്നില്ല. എല്ലാ നാളും പാല് കുടിക്കുന്ന കൊച്ചു പിള്ളേരെ പോലെ ഇരുന്നാൽ പോരാ. നമ്മൾ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുന്ന വളർന്ന് ശക്തി പ്രാപിച്ച ശക്തന്മാരായ ദൈവത്തിൻ്റെ മക്കളായി തീരണം. അന്ത്യകാലമെന്ന് അതാ, പുതിയ നിയമം എന്ന് പറഞ്ഞാൽ അതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊച്ചു പിള്ളേരായിരിക്കുമ്പോൾ വീഴുമ്പോൾ അമ്മ ഓടി വരണം, ഓ മക്കളെ വീണോ, കരയണ്ട, ഓ രാരിരാരോ. എല്ലാ നാളും കൊച്ചു പിള്ളേരായിട്ടിരുന്നാലും കൊള്ളൂല കേട്ടോ. എല്ലാ നാളും പായി കിടന്ന അച്ഛനും അമ്മയും പെറുപെറുക്കാൻ തുടങ്ങുവേ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് ഇത്രയും വലിയ സ്നേഹവാനായതുകൊണ്ടാണ് നമ്മളെ അടിച്ച് പുറത്താക്കാത്തത് ഇതുവരെ. പല കൊച്ചു പിള്ളേരെ 10, 15, 20, 30, 35, 40, 50 വയസ്സായിട്ടും ഇപ്പോഴും കുഞ്ഞായിട്ടിരിക്കുന്ന പപ്പായിട്ടിരിക്കുന്ന പലരും ഉണ്ട്. ഇല്ല, കുറച്ച് ബൂസ്റ്റും കോംപ്ലാനൊക്കെ ഫ്രീഡം എന്ന് പറയുന്ന മീറ്റിംഗ് പോലെയുള്ള ഉപവാസ പ്രാർത്ഥനയിലൂടെയും ക്യാമ്പിലൂടെയൊക്കെ ബൂസ്റ്റും കോംപ്ലാനൊക്കെ ഇടയ്ക്കൂടെയൊക്കെ കുടിച്ച് വളർന്നോണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ശരീരം മാത്രം വളർന്ന പോരാ, ആത്മ മനുഷ്യനും വളരണം. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. മനസ്സിലാകുന്നവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, പിശാചിനോടുള്ള യുദ്ധം ദൈവദാസന്മാർക്കോ ദൈവഭൃത്യന്മാർക്ക് മാത്രമല്ല, സഭയ്ക്കുള്ളൊരു അധികാരമാണ്. ആമേൻ. ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിനോട് നിങ്ങൾ മല്ല് പിടിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരും ചെയ്ത് കളയരുത്. അതിനുള്ള ആവശ്യത്തിന് അഭിഷേകവും പരിശുദ്ധാത്മാവും ഒക്കെ കിട്ടണം കേട്ടോ. ഹല്ലേലൂയ. പക്ഷെ അത് എല്ലാവർക്കും അവകാശമാണ്. സ്തോത്രം. മറക്കരുത്. ഗ്ലോറി ടു ഗോഡ്. ഇതുവരെയും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞിട്ട്, ഇനി നാളേക്ക് വേണ്ടി മാറ്റിവെക്കണം. ഇന്ന് നിങ്ങൾ ആഗ്രഹിച്ചു, ഇന്നാണെങ്കിൽ എൻ്റെ ദൈവം നിറയ്ക്കുവാൻ ശക്തനാണ്. ആമേൻ. വിശ്വസിക്കുന്നവർ. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. ഉണർവിന് വേണ്ടിയിട്ട് പിശാചിനോട് മല്ല് പിടിച്ച് നമ്മുടെ സമൂഹത്തിൽ രോഗവും ശാപവും പ്രശ്നങ്ങളും പാപത്തിന് ഇരയാക്കി ഇട്ടിരിക്കുന്ന മാനവരാശിയെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഭയെ ദൈവം ഉണർവിൻ്റെ യോദ്ധാക്കളായിട്ട് ദൈവം പലരെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഇപ്പം ഞാൻ രോഗശാന്തിയുടെ കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്സാഹം വന്നതിനെ. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതാ, നിങ്ങൾ രോഗശാന്തി പ്രാപിക്കുക മാത്രമല്ല, നിങ്ങൾ മുഖാന്തരം പല രോഗികളും സൗഖ്യമാകാൻ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം ഷാലോം ചർച്ചിനെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശാപവിമുക്തരാകുക മാത്രമല്ല, നിങ്ങൾ മുഖാന്തരം പല കുടുംബങ്ങളും ശാപവിമുക്തരാകുന്ന രീതിയിൽ ഒരു പ്രത്യേക അഭിഷേകത്തെ ദൈവം നിങ്ങൾ പലരുടെ മേലും പകർന്ന് യോദ്ധാക്കളെ ചർച്ചിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുന്ന ഒരു കാലഘട്ടം.